T20 ലോകകപ്പിൻ്റെ രണ്ടാം സെമിഫൈനലിൽ നാളെ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടുകയാണ്. ഹെഡ് ടു ഹെഡ് നടന്ന 23 മത്സരങ്ങളിൽ 12 ഇന്ത്യയും 11 ഇംഗ്ലണ്ടും വിജയിച്ചിട്ടുണ്ട്. 2022 T20 ലോകകപ്പിൻ്റെ സെമിഫൈനലിൽ ഇന്ത്യ 168 റൺസ് അടിച്ചപ്പോൾ ഇംഗ്ലണ്ട് 10 വിക്കറ്റ് വിജയമാണ് നേടിയത്. അന്ന് ബട്ട്ലറും ഹെയിൽസും ചേർന്ന് 16 ഓവറിൽ മത്സരം തീർത്തു. ഓർക്കണം, അന്ന് ഇന്ത്യൻ ടീമിൽ ബുംറ ഇല്ലായിരുന്നു. ഭുവനേശ്വർ, ഷമി, ഹർദിക്, അശ്വിൻ എന്നിവർ നല്ല രീതിയിൽ അടിവാങ്ങി. അന്ന് അർഷദീപ് 2 ഓവറിൽ 15ഉം അക്സർ പട്ടേൽ 4 ഓവറിൽ 30 റൺസ് മാത്രമേ വിട്ടുകൊടുത്തിട്ടുള്ളൂ. അതായത് ഇപ്പോഴത്തെ ഇന്ത്യൻ ബൗളിംഗ് അത്യാവശ്യം സ്ട്രോങ് ആണ്. പക്ഷേ ഇന്ത്യ ബാറ്റിങ്ങിൽ പിന്നിൽ പോയിരുന്നു. രാഹുൽ 5 ബോളിൽ 5ഉം രോഹിത് 28 പന്തിൽ 27ഉം കോഹ്ലി 40 പന്തിൽ 50ഉം സൂര്യകുമാർ 10 പന്തിൽ 14 ഇങ്ങനെ പോകുന്നു. 33 പന്തിൽ 63 റൺസ് അടിച്ച ഹർദിക്കാണ് മാന്യമായ സ്കോർ നേടാൻ ഇന്ത്യയെ സഹായിച്ചത്. ആദിൽ റഷീദും ലിവിങ്സ്റ്റണും ടൈറ്റ് ബോളിംഗ് ആയിരുന്നു നടത്തിയത്. ഇത്തവണ കാര്യങ്ങൾ ഇന്ത്യയ്ക്ക് പല വിധത്തിൽ അനുകൂലമാണ്. 1. ബുംറ, അർഷദീപ്, കുൽദീപ്, അക്സർ എന്നിവർ മികച്ച ഫോമിലാണ് പന്തെറിയുന്നത്. 2. രോഹിത്, ഹർദിക്, സൂര്യ എന്നിവർ മികച്ച ടച്ചിലാണ്. ഇംഗ്ലണ്ട് നിരയിൽ ബട്ട്ലറിനെയും സോൾട്ടിനെയും പവർ പ്ലേക്കുള്ളിൽ വീഴ്ത്താനായാൽ അധികം ഫോമിലല്ലാത്ത മധ്യനിരയെ ഇന്ത്യക്ക് പിടിച്ചു നിർത്താൻ കഴിയും. ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തിന് റിസർവ് ഡേ ഇല്ല. മഴ പെയ്താൽ മത്സരം പൂർണ്ണമാക്കാൻ 4 മണിക്കൂർ എക്സ്ട്രാ അനുവദിച്ചിട്ടുണ്ട്. കാരണം വിൻഡീസിൽ 27 പകലാണ് മത്സരം നടക്കുന്നത്. അതിനാൽ കംപ്ലീറ്റ് ചെയ്യാൻ അന്ന് തന്നെ അത്യാവശ്യം സമയമുണ്ട്. 29 ഫൈനൽ ആയതിനാൽ 28 മത്സരം നീട്ടില്ല. റിസർവ് ഡേ ഇല്ല. ഇനി മത്സരം പൂർണ്ണമായി നടന്നില്ലെങ്കിൽ ഇന്ത്യക്ക് ഫൈനലിലേക്ക് കടക്കാം. കാരണം ഇന്ത്യ തോൽവി അറിയാതെയാണ് സെമിയിലെത്തിയിരിക്കുന്നത്. സൂപ്പർ 8-ൽ ഇന്ത്യ ഗ്രൂപ്പ് ജേതാക്കളാണ്. ഇംഗ്ലണ്ട് ആകട്ടെ അവരുടെ ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിഞ്ഞ സെമിയിൽ തോറ്റതിന് പകരം ചോദിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇംഗ്ലണ്ട് നിലവിലെ ചാമ്പ്യന്മാരാണ്. രോഹിത്തിനും കോഹ്ലിക്കും അവസാന T20 ലോകകപ്പായതിനാൽ ഇന്ത്യൻ ടീം മാക്സിമം എഫേർട്ട് ഇടും എന്ന് പ്രതീക്ഷിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ കോഹ്ലി ഇന്ത്യയെ വിജയിപ്പിക്കും എന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ആദ്യ സെമിഫൈനൽ അഫ്ഗാനിസ്ഥാൻ വേഴ്സസ് ദക്ഷിണാഫ്രിക്ക മത്സരം 27 ഇന്ത്യൻ സമയം രാവിലെ 6 മണിക്കാണ് നടക്കുന്നത്. എങ്കിലും വിൻഡീസിൽ അത് രാത്രി മത്സരമായതിനാൽ റിസർവ് ഡേ അനുവദിച്ചിട്ടുണ്ട്. അധിക ദിവസവും 4 മണിക്കൂറുമാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ 1 മണിക്കൂർ ആദ്യത്തെ ദിവസവും ബാക്കി 3 മണിക്കൂർ റിസർവ് ഡേക്കുമാണ് നൽകിയിരിക്കുന്നത്. ഇനി റിസർവ് ഡേയിലും മത്സരം നടന്നില്ലെങ്കിൽ ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ കടക്കും. കാരണം അവർ സൂപ്പർ 8-ൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാണ്. അഫ്ഗാനിസ്ഥാൻ 2ാം സ്ഥാനക്കാരും.